ഗൈസ്, സോ എലക്ഷനൊക്കെ കഴിഞ്ഞു. എലക്ഷൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ തോന്നുന്നു കുറച്ച് ആൾക്കാർ KT ജലീലിനെതിരെയാണ് ആടിൻ്റെ തല അറുത്തിട്ട് റോഡിൽ ഷോ നടത്തുന്നു. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ, ആടിൻ്റെ തല അറുത്തിട്ട് അത് പ്രദർശനം ചെയ്യാം. അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കൂ. അതും അത്രയും മോശകരമായിട്ടാണ്. അതായത് ഒരു ജീവനുള്ള ആടിൻ്റെ തല അറുത്തിട്ട് അത് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അതും കെട്ടി വെച്ചിട്ട് നടക്കുക. എത്ര മോശകരമായിട്ടുള്ളൊരു സംഭവമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനിടയ്ക്ക് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. ആ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ ആദ്യം കാണിക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാം കേട്ടോ. സോ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരും. ഓക്കെ, സോ വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ? എന്താ ഇതിനൊക്കെ പറയുക? ഇതൊക്കെ കുറച്ച് ഓവർ, അതായത് കുറച്ചല്ല, നല്ല രീതിയിൽ ഓവറായി തന്നെ വേണമെന്ന് പറയാൻ. കാരണം 10 വർഷത്തിന് ശേഷം ജയിച്ചു, നല്ല സീറ്റിന് ജയിച്ചു, 103 സീറ്റിന് 104 സീറ്റിനൊക്കെ ജയിച്ചു. പക്ഷേ ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെ ആരെങ്കിലും ഓക്കെ, സോ KT ജലീലാണ് ഈ മറ്റേ ലീഗിൻ്റെ പ്രൊജക്റ്റ്, അതായത് വയനാട് പ്രൊജക്റ്റിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ ഒരുപാട് അവസരങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ കുറച്ച് ഓവറായിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഈ തലവെട്ട്, അതും ബാക്കിയുള്ള ചെറിയ കുട്ടികളും എല്ലാവരും കാണുകയാണ്. അത് അത്രയും മോശമാണ്. കാരണം ഒരു ജീവനുള്ള സാധനം, അതും എന്താ പറയുക, ചോരയും കാര്യങ്ങളും തല വെട്ടിയിട്ടുള്ള ഒരു രീതിയിൽ കാണുമ്പോൾ അത്രയും വൾഗറായിട്ടല്ലേ അത് ഇതാവുന്നേ. സോ അത് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഓരോരുത്തരുടെ ഇടയിൽ. സോ KT ജലീലിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഇന്ന് ആടിൻ്റെ തല അറുത്തു, നാളെ എൻ്റെ തലയോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ എല്ലാവർക്കും ഇടയിലൊരു ചോദ്യമാണത്. സോ ഇന്ന് ആടിൻ്റെ തല, നാളെ ആരുടെ തല എന്നുള്ളതൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇങ്ങനെയൊന്നും ഒരു എലക്ഷൻ ജയിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കറക്റ്റായിട്ട്. സോ ഇത് മലപ്പുറത്ത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഓക്കെ, സോ ഇതത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ല. ഇനിയെങ്കിലും ഇത് മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി 5 കൊല്ലം ഉണ്ട്. സോ ഇത് തുടർന്ന് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം CPM-ൻ്റെ അവസ്ഥ തന്നെയായിരിക്കും, UDF-നും ലീഗിനും ഒക്കെ. സോ ലീഗിൻ്റെ കാര്യം അറിയില്ല, UDF-ന് സോ മെച്ചപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. സോ ഇത് അത്രയും നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഇത് ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വലിയൊരു വീഡിയോ ആക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇത് അത്ര നല്ല കാര്യങ്ങളല്ല, വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാ ഒന്നും വന്നിട്ടൊന്നുമില്ല. അത് നമുക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള റിയാക്റ്റുള്ള വീഡിയോ എടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.